തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലാണ് BJPയും NDAയും ഉള്ളത്. ഈ ഘട്ടത്തിൽ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് നമുക്കൊപ്പം ചേരുകയാണ്. സുരേഷ്, നമസ്കാരം. നമസ്കാരം. BJP അതിന്റെ എല്ലാ ഒരു പ്രവർത്തന ഊർജ്ജസ്വലതയും പുറത്തെടുത്തൊരു സമയമാണെന്ന് എനിക്കിപ്പോൾ തോന്നുക. അതായത് 19,500ഓളം BJP സ്ഥാനാർത്ഥികൾ BJP ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു. ഒരു 10 വർഷം മുന്നത്തെ അവസ്ഥ എടുത്തു കഴിഞ്ഞാൽ BJP മത്സരിക്കാൻ ആളുകളില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഒരു ഡിവിഷനിലോ അല്ലെങ്കിൽ ഒരു വാർഡിലോ 4-5 പേരും മത്സരിക്കാമെന്ന് പറഞ്ഞു വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അഭിമാനം തോന്നുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും BJPയുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഒരു നിർണായകമായ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അർജുൻ പറഞ്ഞത് 100% ശരിയാണ്. കാരണം ഇപ്പോൾ ചില വാർഡുകളിലൊക്കെ 9 സ്ഥാനാർത്ഥികൾ ആകാൻ യോഗ്യരായിട്ടുള്ള 9 സ്ഥാനാർത്ഥികളുടെ വരെ ലിസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല, മുസ്ലിം സ്ഥാനാർത്ഥികൾ, ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ, സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർ, പിന്നെ ഗ്രാജുവേറ്റ്, പ്രൊഫഷണൽസ്, പോസ്റ്റ് ഗ്രാജുവേഷനുള്ള ആൾക്കാർ, അങ്ങനെ യങ്സ്റ്റേഴ്സ് വലിയൊരു സംഖ്യയിൽ, എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ ഒരു പൊതു പരിച്ഛേദം BJPയിൽ സ്ഥാനാർത്ഥികളായിട്ട് വന്നു എന്നുള്ളത് അങ്ങേയറ്റത്തെ അഭിമാനവും സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് എല്ലാ മേഖലകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കണ്ണൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു കാലത്ത് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് സ്ഥാനാർത്ഥികളായി. മലപ്പുറം ജില്ലയിൽ ഗണ്യമായ മുന്നേറ്റം ഉണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം കൂട്ടിച്ചേർക്കാം സുരേഷ. എൻ്റെ നാട് കണ്ണൂർ കിരിട്ടിയാണ്. എൻ്റെ പഞ്ചായത്തില് എൻ്റെ ചെറുപ്പം പോലെയൊക്കെ കാണുന്ന വെച്ചാൽ BJPക്ക് 1-2 വാർഡുകളിൽ മാത്രം സ്ഥാനാർത്ഥികളുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഈ തവണ നാട്ടിൽ പോയ സമയത്ത് അറിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതോ 1-2 സ്ഥലത്ത് ഇല്ലാത്തതുള്ളൂ. ശരിക്കും പറഞ്ഞ അത് കേട്ടപ്പം ഇത്രയും വലിയ മാറ്റം ഈ പറയുന്ന CPMന്റെ വലിയ സ്വാധീനമുള്ള ഒരു ഗ്രാമമാണത്. ആ ഗ്രാമത്തിൽ പോലും ഉണ്ടായി എന്നുള്ളത് എനിക്ക് അതിശയം തോന്നിയ ഒരു കാര്യമാണ്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി തന്നെ ഞങ്ങൾക്ക് ഓരോ ഘട്ടത്തിലും ഓരോ ടാർഗറ്റ് ഉണ്ടായിരുന്നു പാർട്ടിക്ക്. അത് വാർഡുകൾ സജ്ജമാക്കുന്ന കാര്യത്തിൽ, അതിനുശേഷം വാർഡുകളിൽ കമ്മിറ്റി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അത് കഴിഞ്ഞിട്ട് വാർഡുകളിലെ പരിപാടികൾ നടക്കുന്നത്, ഓരോ പരിപാടി ഞങ്ങൾ നിശ്ചയിച്ചിരുന്നു. അത് എത്രയിടത്തോളം വാർഡുകളിൽ നടക്കുന്നു, അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം. അപ്പോൾ ഇതിലൊക്കെ ഞങ്ങൾ ഓരോ ഘട്ടത്തിലും പാർട്ടിക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ലക്ഷ്യത്തിൽ ചിലത് സെറ്റ് ചെയ്തത് അമിത്ഷാജിയുടെ യാത്രാവേളയിലാണ്. കാരണം നിങ്ങൾക്കറിയാം, ജൂലൈ 12-ാം തീയതി അമിത്ഷാജി തിരുവനന്തപുരത്ത് വന്നിരുന്നു. അത് കഴിഞ്ഞ് ഓഗസ്റ്റ് 22-ാം തീയതി അമിത്ഷാജി എറണാകുളത്ത് വന്നിരുന്നു. അപ്പോൾ ജൂലൈ 12-ന് വന്നിട്ട് അദ്ദേഹം ചെയ്യേണ്ട ചില കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. അതിൽ ഞങ്ങൾക്ക് വാർഡ് തല വികസിത വാർഡ് ടീം, ശ്രീ രാജീവേട്ടൻ്റെ ഒരു കാഴ്ചപ്പാട് ഞങ്ങൾ ആദ്യം ആലോചിച്ച്, രാജീവേട്ടൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഒരു വാർഡിൽ 5 അംഗ ടീമായിരുന്നു ഞങ്ങൾ നിശ്ചയിച്ചത്. 21 വാർഡ് കമ്മിറ്റികൾ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് അമിത്ഷാജി വന്നിട്ട് അതിൽ പ്ലസ് 2 പേരെയും കൂടെ വെച്ചു. ഒരു യൂത്ത് വേണം, അത് 18-നും 23-നും ഇടയിൽ പ്രായമുള്ള ഒരു യുവാവിനെ വെക്കണം എന്ന് അമിത്ഷാജി സജസ്റ്റ് ചെയ്തു. പിന്നെ OBC മേഖലയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ട് ഒരാൾ വേണം. ഞങ്ങൾ പട്ടികജാതി, വനിത, ഇങ്ങനെയുള്ള പ്രാതിനിധ്യമൊക്കെ നേരത്തെ കമ്മിറ്റി തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ആ ടാർഗറ്റ് നമ്മുടെ മുമ്പിൽ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ 1 മാസത്തെ പരിശ്രമം അദ്ദേഹം പറഞ്ഞ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യലായിരുന്നു. അതിൽ ഞങ്ങൾക്കൊരു 80%, ആദ്യം 20,000-ലേറെ വാർഡുകളിൽ ഞങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് 18,800 വാർഡുകളിൽ ഞങ്ങൾക്ക് ആദ്യത്തെ ചെയ്യാൻ പറ്റി. രണ്ടാമത്തെ റൗണ്ട് ഞങ്ങൾക്ക് ഒരു 15,000-ന് മുകളിൽ വാർഡിൽ 1 മാസം കൊണ്ട് അത് 7 അംഗ കമ്മിറ്റി ആക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് 22-ാം തീയതി അമിത്ഷാജി വന്ന് നമ്മളോട് പറഞ്ഞത് എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി, 25% വോട്ട്. അത് അടുത്ത് ഞങ്ങൾക്ക് അദ്ദേഹം തന്ന മറ്റൊരു ടാർഗറ്റാണ്. അപ്പോൾ എല്ലാ വാർഡിലും സ്ഥാനാർത്ഥി എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ ഇൻസിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം അത് പറഞ്ഞതോടുകൂടി ഞങ്ങൾ വേറൊരു പരിശ്രമം നടത്തി.
ആ പരിശ്രമം ആണ് ഇപ്പോൾ 90% വാർഡുകളിൽ സ്ഥാനാർത്ഥി എത്തിച്ചുകൊണ്ട് BJPയുടെ കേരളത്തിലെ ചരിത്രത്തിലെ ഒരു റെക്കോർഡ് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. പക്ഷെ റിപ്പോർട്ടർ ചാനൽ അംഗീകരിച്ചു തരൂല. റിപ്പോർട്ടർ ചാനലില് ആദ്യം പറഞ്ഞ് 10,000 സീറ്റില് സ്ഥാനാർത്ഥിയില്ല, പിന്നെ അത് കുറച്ച് 8,000 ആക്കി തന്നു ഞങ്ങളോടുള്ള ഒരു ഇത് കാരണം. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു പത്രസമ്മേളനം നടത്തി ഇത് പൊതുസമൂഹത്തിനോട് പറയാൻ കാരണമായത്. റിപ്പോർട്ടർ 8,000 എന്ന് പറഞ്ഞപ്പോൾ ചില കമ്മികളും സുഡാപ്പികളും ഒക്കെ അതിനെ വലിയ എന്തോ സംഭവിച്ചു പോയി, എന്തൊക്കെയോ BJPക്ക് ദോഷം സംഭവിച്ചിരിക്കുന്നു, BJP തകർന്നിരിക്കുന്നു എന്നൊക്കെ വരുത്തി തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ള ട്രോളുകളും അതും ഇതൊക്കെ ആയിട്ട് രംഗത്ത് വന്നു. അപ്പോൾ വസ്തുത പറയേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ പൊതുസമൂഹത്തിനോട് പറഞ്ഞു, BJPക്ക് ഇത്ര സ്ഥാനാർത്ഥിയുണ്ട്, 21,065 സ്ഥാനാർത്ഥികൾ BJP NDA സഖ്യവും സ്വതന്ത്രരും എല്ലാം കൂടെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾ പറയേണ്ടി വന്ന അങ്ങനെയുള്ളൊരു സിറ്റുവേഷനില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ CPM-നെയും കോൺഗ്രസിനുമൊക്കെ വലിയ ആഘാതമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലൂടെ പോലും സംഭവിച്ചേക്കുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ BJP ഇല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ വോട്ട് പല രീതിയിൽ സ്പ്ലിറ്റ് ആവുക, അതിനെ വശീകരിക്കാൻ ശ്രമിക്കുക, ഇങ്ങനെയുള്ള കുറേ അഭ്യാസമൊക്കെ നടന്നിരുന്നു കേരളം. ഇനി അതൊന്നും കേരളത്തിൽ നടക്കില്ല. BJPയുടേത് മുഴുവൻ BJP തന്നെ കൊണ്ടുപോകും എന്ന് ഇടതിനും വലതിനും വ്യക്തമാക്കാൻ ഈ ഒരു സംഭവത്തോടുകൂടി സാധിച്ചു. പിന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത്, കേരളത്തിൽ BJPക്ക് അനുകൂലമായ വലിയൊരു തരംഗമുണ്ട്. അത് BJPക്ക് അനുകൂലം എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടെ മലയാളിക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അനുകൂലമായ ഒരു വലിയ തരംഗമുണ്ട്. അത് കേരളത്തിൽ ഒരു 50% വരുന്ന മനുഷ്യർ നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങളെ അങ്ങേയറ്റം പ്രശംസിക്കാനും ഉൾക്കൊള്ളാനും അതിൽ അഭിമാനിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാർ BJP ഒരു ആത്മവിശ്വാസത്തോടുകൂടി ഒരു ലക്ഷ്യം വെച്ച് മുന്നോട്ട് വരുന്നു, BJP അധികാരം പിടിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ അവർ നരേന്ദ്രമോദിയെ ഓർത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ സദ്ഭരണത്തെ ഓർത്ത്, അത് കേരളത്തിലും നമ്മുടെ പഞ്ചായത്തിലും വേണമെന്ന്, മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഒക്കെ വേണമെന്ന് ആഗ്രഹിച്ച് താമരയ്ക്ക് വോട്ട് ചെയ്യും. കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന ഈ അടുത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനെയും ഞെട്ടിപ്പിക്കാൻ പോകുന്ന സാധനം, അവരുടെ ചെങ്കൊടി പിടിച്ച് കിടക്കുന്ന സഖാക്കന്മാരും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് കിടക്കുന്ന കോൺഗ്രസ്സുകാരും പോളിംഗ് ബൂത്തിൽ ചെന്നിട്ട് BJPക്ക് വോട്ട് ചെയ്യുന്നത് ഒരു ഞെട്ടലോടുകൂടി CPM-കാരും കോൺഗ്രസ്സുകാരും തിരിച്ചറിയുന്ന ഒരു ഇലക്ഷൻ കൂടി ആയിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുണ്ട് നമ്മുടെ ഒരു ഇലക്ഷന്റെ പ്രചരണം. എനിക്ക് തോന്നുന്നു 2ാം ഘട്ടം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 1ാം ഘട്ടം കംപ്ലീറ്റ് ആയി, 2ാം ഘട്ടം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ടോട്ടൽ അനലറ്റിക്സ് എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ? അല്ല, നിങ്ങളൊന്ന് പാറശാല മുതൽ മഞ്ചേശ്വരം വരെ യാത്ര ചെയ്യും. നിങ്ങൾ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനോടും ഞങ്ങൾ പറയുന്നു, BJP ഒരു കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ ക്യാമ്പയിൻ രംഗത്തും അതോടൊപ്പം തന്നെ പ്രചരണത്തിൻ്റെ കാര്യത്തിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച കാര്യത്തിലും സംഘടനാ വർക്കിൻ്റെ ഒരു 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 പാറ്റേൺ അതിലും ഒക്കെ പാർട്ടി എല്ലാ സ്ഥലത്തും ഒരുപോലെ മുന്നേറിയിട്ടുണ്ട്. അതിൽ ഉയർച്ച താഴ്ചകൾ, ഒരിടത്ത് കുറഞ്ഞു പോയി, ഒരിടത്ത് കൂടിപ്പോയി, അങ്ങനെയുള്ള ഒന്നുമില്ല. ഒരേ പാറ്റേണിൽ, ഒരേ സ്റ്റാൻഡേർഡിൽ സംഘടനയുടെ പ്രത്യക്ഷത്തിലുള്ള സിസ്റ്റം മുഴുവൻ ഒരേപോലെ മഞ്ചേശ്വരം മുതൽ കാസർഗോഡ് വരെ ചലിച്ചിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ. നമ്മുടെ ഈ ജില്ലകളെ സംഘടനാ ജില്ലകളാക്കി വിഭജിച്ചത് എനിക്കൊന്ന് കുറച്ചും കൂടെ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജസ്വലത കൊടുത്തു തോന്നുന്നല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകമാണ്. കാരണം ഞങ്ങൾക്ക് ജില്ലാ തലത്തിൽ ഒരു പുതിയ ഒരു മുമ്പുണ്ടായിരുന്നതിൻ്റെ ഒരു 1.5 ഇരട്ടി ലീഡർഷിപ്പ്, കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന 1.5 ഇരട്ടിയിലേറെ ലീഡേഴ്സ് പുതുതായിട്ടുണ്ടായി എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് ഈ കാര്യകർത്താക്കന്മാർ
പതിനായിരക്കണക്കിന് കരിയർത്താക്കന്മാരുണ്ട്. അങ്ങേയറ്റം പ്രതിബദ്ധതയോടുകൂടി ഏൽപ്പിക്കുന്ന കാര്യം ഒരു ലാഭേച്ഛയും കൂടാതെ അങ്ങേയറ്റം സംഘടനാ പ്രതിബദ്ധതയോടുകൂടി ചെയ്യുന്ന പതിനായിരക്കണക്കിന് കാര്യകർത്താക്കന്മാരുണ്ട്. അപ്പോൾ ആ കാര്യകർത്താക്കന്മാരുടെ കഠിനാധ്വാനമാണ് കഴിഞ്ഞ 70 വർഷക്കാലമായി എല്ലാവിധമായിട്ടുള്ള പ്രതിസന്ധികൾക്കിടയിലും BJPയെയും BJPയുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളെയും കേരളത്തിൽ ഇങ്ങനെ ചങ്കുറപ്പോടുകൂടി നിർത്തിയത് ആ പ്രവർത്തകരുടെ പ്രതിബദ്ധതയും കഠിനാധ്വാനമാണ്, ഹാർഡ് വർക്കാണ്. അപ്പോൾ ആ ഹാർഡ് വർക്കിനെ സ്മാർട്ട് വർക്കും കൂടെ ആക്കാൻ, ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്ക് അതാക്കാൻ ഒരു പ്രൊഫഷണലായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇടപെടലുകൾ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പരമ്പരാഗതമായിട്ട് പാർട്ടിക്കുള്ള പ്രതിബദ്ധതയുള്ള പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിനോടൊപ്പം പാർട്ടി ദേശീയ തലത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് ചെയ്തു വരുന്നത് കേരളത്തിലും ഞങ്ങൾ നേരത്തെ ആരംഭിച്ചു. പക്ഷേ അതിനപ്പുറം ഒരു സ്മാർട്ട് വർക്ക്, ആ സ്മാർട്ട് വർക്കിന് കൊടുത്തിട്ടുള്ള ഒരു എംഫസിസ്, ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ BJP ഇടതിനെയും വലതിനെയും എൻ്റെയും മേക്ക് BJPക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അത് ഒരു ഘടകം. ആദ്യത്തെ ഘടകം താങ്കൾ പറഞ്ഞതുപോലെ പാർട്ടിക്ക് 280 സംഘടനാ മണ്ഡലങ്ങൾ, 140 അസംബ്ലികൾ, 280 മണ്ഡലങ്ങളായി. മണ്ഡലം തലത്തിൽ ഒരു നല്ല ലീഡർഷിപ്പ് ഉണ്ടായി. അതിനുശേഷം 14 ജില്ലകൾ 30 ജില്ലകളായി. അപ്പോൾ ജില്ലാ ലീഡർഷിപ്പ് അതിനനുസരിച്ച് പുതിയൊരു ലീഡർഷിപ്പ് വന്നു, അതുണ്ടായി. ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്ക് പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി. അതിനുവേണ്ടി ഒരു വലിയ പരിശ്രമം കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആ യാത്രയും നടന്നു. പിന്നെ പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് എല്ലാവരും ഫീൽഡിലായിരുന്നു കഴിഞ്ഞ 6 മാസമായിട്ട്. അത് വലിപ്പച്ചെറുപ്പമില്ലാതെ, ചെറിയ ലീഡറാണോ വലിയ ലീഡറാണോ എന്നുള്ള ഭേദമൊന്നുമില്ലാതെ വാർഡിലേക്ക് യാത്ര, സംസ്ഥാന പ്രസിഡന്റ് മുതൽ മുഴുവൻ ലീഡേഴ്സും വാർഡ് തലത്തിലുള്ള യാത്ര, BJPയുടെ ഈ രക്തവോട്ടം അതാണല്ലോ ഈ യാത്ര, അത് വളരെ സജീവമായിരുന്നു, സക്രിയമായിരുന്നു. അപ്പോൾ അങ്ങനെ മുഴുവൻ നേതൃത്വവും താഴെ തലത്തിൽ യാത്ര ചെയ്ത് പ്രവർത്തകരോടൊപ്പം യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ 6 മാസമായി വളരെ ഇഫക്റ്റീവായി നടന്നു. അതിൻ്റെ ഒരു മേൽക്കൈയുണ്ട്. എല്ലാത്തിലുമുപരി വികസിത കേരളം എന്ന മുദ്രാവാക്യം അത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അവതരിപ്പിച്ചതാണ്. അതിൻ്റെ എല്ലാ ടാഗ്ലൈനും വളരെ ഡിഫറെൻ്റ് ആണ് അല്ലേ? വികസിത കേരളം ആയിക്കോട്ടെ, മാറാത്തതിന് മാറുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ മതിയായി എന്നുള്ള ക്യാമ്പയിന്, ഈ 3 ക്യാമ്പയിനല്ല ഉള്ളത്. ഈ 3 ക്യാമ്പയിനും ആളുകൾ ഏറ്റെടുത്തു എന്ന് എനിക്ക് തോന്നുന്നു. സംശയമായിട്ട് ഞാൻ ആ കീവേഡ്സ് ഒക്കെ സെർച്ച് ചെയ്യുന്ന സമയത്തെ ഒരുപാട് പോസ്റ്റുകൾ അതിൽ തന്നെ വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ, സാധാരണക്കാർ പോലും അതിൻ്റെ അകത്ത് മതിയായി എന്നുള്ള ക്യാമ്പയിനാണ് എനിക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത്. അപ്പൊ അത് നന്നായി തന്നെ ഏറ്റെടുക്കപ്പെട്ടു എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ കേരളത്തിന്റെ പൾസ് മനസ്സിലാക്കിയിട്ടാണ് ഈ മുദ്രാവാക്യം കേരളത്തിൽ ഉയർത്തിയത്. ഒന്ന്, കേരളത്തിൽ എല്ലാ മേഖലയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുക. ഈ കേരളത്തെ ഉയർത്തിയെടുത്തേ പറ്റൂ എന്നുള്ളത് ഒരു ശരാശരി കേരളീയൻ്റെ ഒരു ആഗ്രഹമാണ്, സ്വപ്നമാണ്. പക്ഷെ അത് ഉയർത്തിയെടുക്കാൻ ഇനി കേരളത്തിലോ ഇന്ത്യയിലോ അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയില്ലാത്ത കോൺഗ്രസിന് സാധിക്കില്ല. ഒരു വാർഡ് പോലും നന്നാക്കാൻ ഇന്നേ വരെ ഇത് സാധിക്കാത്ത 100 വർഷം പിന്നിട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അത് സാധിക്കില്ല. അവരുടെ വരട്ടുവാദവും അവരുടെ പ്രാകൃതമായ രാഷ്ട്രീയം ഇതുകൊണ്ട് ഒരു ആധുനിക സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കാണ് ഏറ്റവും നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മതിയായി എന്ന് പറയുന്നത് ഈ രണ്ടിനെയും മതിയായി എന്നുള്ളതാണ്. ഇടതും മതിയായി, വലതും മതിയായി. ഇനി ഇതിലപ്പുറം പരീക്ഷിക്കാൻ കേരളത്തിന് സാധിക്കില്ല. കാരണം കേരളത്തിനോടൊപ്പം മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ബഹുദൂരം മുന്നിൽ പോയി കഴിഞ്ഞു. ഇത്രയും മനുഷ്യശേഷിയുള്ള പ്രകൃതി വിഭവങ്ങൾ തൊട്ടടുത്തുള്ള സ്റ്റേറ്റുകൾ നോക്കിയാൽ മനുഷ്യശേഷിയും പ്രകൃതി വിഭവങ്ങളും ഉള്ള മനോഹരമായിട്ടുള്ള ദൈവദത്തമായിട്ടുള്ളൊരു ഭൂമി,
ആ ഭൂമിക്ക് ഭരിക്കുന്ന നേതാക്കന്മാർക്ക് തലച്ചോറില്ല എന്ന ഒറ്റ കുഴപ്പം കൊണ്ട്, ഭരിക്കുന്ന നേതാക്കന്മാർക്ക് ആ നാടിനെ നന്നാക്കാൻ പറ്റുന്ന ഒരു പോളിസി ഇല്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇത്രയും പിന്നാക്കം അടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന്ന് സോഷ്യൽ മീഡിയയും മറ്റ് പല മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് നാട്ടിന് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് എല്ലാവരും പറയുകയാണ് മതിയായി. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നു മതിയായി, ആശാ വർക്കേഴ്സ് പറയുന്നു മതിയായി, തൊഴിലാളികൾ പറയുന്നു മതിയായി, യുവാക്കൾ പറയുന്നു മതിയായി, വിദ്യാർത്ഥികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേരളം മതിയായി, ഈ ഭരണം മതിയായി. പോലീസുകാർ പോലും പറഞ്ഞു തുടങ്ങി. പോലീസുകാരും പറഞ്ഞു തുടങ്ങി, കാരണം അവര് സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അപ്പൊ എല്ലാവരും, സകലമാന ജനതയും ഒരുമിച്ച് ഇന്ന് കേരളത്തിൽ എന്തെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നുവെങ്കിൽ ആ ശബ്ദം ഇടതും മതിയായി വലതും മതിയായി എന്ന ശബ്ദമാണ്. അതാണ് BJPയുടെ മുദ്രാവാക്യം. ഇത് മതിയായി എന്ന് പറയുമ്പോൾ പകരം എന്താ? ഈ കേരളത്തിൽ വികസനം ചെയ്ത കേന്ദ്ര സർക്കാർ BJP ഡൽഹിയിലേക്ക് പോണ്ട, കേരളത്തിൽ പോലും ഏത് പഞ്ചായത്ത് എടുത്താലും, ഏത് മുനിസിപ്പാലിറ്റി എടുത്താലും, ഏത് കോർപ്പറേഷൻ എടുത്താലും അവിടെ വികസനം എന്ന ഒന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിൻ്റെത് മാത്രമാണ്. ഏറ്റവും പ്രധാന ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാന നഗരമാണല്ലോ. ഇവിടെ ഈ കോർപ്പറേഷന്റെ തനത് ഫണ്ട് കൊണ്ട് നടപ്പാക്കിയ ഒരു വികസനം പോലും ഇല്ല. സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം പദ്ധതി എന്ന നിലയിൽ നടപ്പാക്കിയ ഒരു വികസന പ്രവർത്തനം പോലും ഈ കോർപ്പറേഷൻ നടന്നിട്ടില്ല. ഈ കോർപ്പറേഷൻ നടന്നിരിക്കുന്ന മുഴുവൻ വികസനവും എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതെല്ലാം കേന്ദ്ര പദ്ധതികളാണ്, കേന്ദ്ര പണമാണ്. പക്ഷെ അത് മൊത്തമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ വെട്ടിപ്പ് നടത്തുന്ന ബിരുദന്മാരാണ് ഇവിടുത്തെ കുട്ടി മേയറും CPM-ഉം ഒക്കെ. അതിൽ വെട്ടിപ്പ് നടത്തുന്ന ബിരുദന്മാരാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് വലിയ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെയുള്ള ബോംബല്ല, അതിനേക്കാൾ ഉഗ്രപ്രഹരശേഷിയുള്ള ബോംബുകൾ അടുത്ത ദിവസം ഞങ്ങൾ പൊട്ടിക്കും. തിരുവനന്തപുരത്ത് ഒരു 50% കമ്മീഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ അഴിമതി നടന്നിരിക്കുന്നത്. 50% ആണ് കമ്മീഷൻ. അതിനുവേണ്ടി ഇത്രയും ആസൂത്രിതമായി കോർപ്പറേഷനും വാർഡ് കൗൺസിലറും കോർപ്പറേഷനിലെ മേയറും ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസും എല്ലാവരും ചേർന്നിട്ടാണ് ഇവിടെ 1 കോടി രൂപയുടെ അഴിമതി നടത്തുന്നത് ഉൾപ്പെടെ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇത്രയും പേര് പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഗൂഢാലോചനയാണ് ഇവിടുത്തെ ഓരോ വെട്ടിപ്പ്. അപ്പൊ അങ്ങനെയുള്ള വെട്ടിപ്പിന്റെ രേഖകൾ ഓരോന്നായിട്ട് BJP തിരുവനന്തപുരത്ത് പുറത്തുവിടാൻ പോയെ. അതൊരു അസാധാരണ പ്രഹരശേഷിയുള്ള ബോംബ് തന്നെയായിരിക്കും. 45 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ദുരന്തം എന്തായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടാക്കിയ ക്ഷതം എന്ന് തിരുവനന്തപുരത്തുകാരെ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങൾ അതുമായിട്ട് രംഗത്തിറങ്ങാൻ തീരുമാനിച്ചില്ല. നമ്മുടെ ഇപ്പോൾ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്, എന്തായിരിക്കും ഒരു റിസൾട്ട്? BJP സ്റ്റേറ്റ് ഘടകത്തിന്റെ ഒരു അനലറ്റിക്സ് ഉണ്ടാവുമല്ലോ, അതിന്റെ ഒരു ഔട്ട്പുട്ട് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങൾ ഇതുവരെ എന്തൊക്കെയാണോ ലക്ഷ്യം വെച്ചത് അതെല്ലാം ആ ലക്ഷ്യം മുഴുവൻ ഞങ്ങൾ നേടിയാണ് അവസാനം കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് സ്ക്രൂട്ടിനി കഴിഞ്ഞ് വിഡ്രോവൽ സമയം കഴിഞ്ഞ് എടുത്ത കണക്കുൾപ്പെടെ ഞങ്ങളുടെ ലക്ഷ്യത്തിന് അനുസരിച്ചാണ് ഞങ്ങളുടെ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ ലക്ഷ്യം ഡിസംബർ 13 വച്ചിട്ടുണ്ട്. 2ൽ നിന്ന് ഭരണം പിടിച്ച പാർട്ടിയാണ്. അതെ, ഞങ്ങളൊരു നല്ല ലക്ഷ്യം ഡിസംബർ 13 മാറ്റിവെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം കേരളത്തിൽ പാറശാല മുതൽ മഞ്ചേശ്വരം വരെ ഞങ്ങളുടെ പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ട്
ഞങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. പ്രവർത്തകർ മാറിയിട്ടില്ല. പ്രവർത്തകർ മുമ്പ് പ്രവർത്തിച്ച ആ പരിചയ സമ്പത്ത് പ്രവർത്തകർക്കൊരു മുതൽക്കൂട്ടാണ്. ഇപ്പോൾ പ്രവർത്തകർക്ക് ഓരോയിടത്തും ഒരു ലക്ഷ്യം കൂടെ ഉണ്ട്. അപ്പോൾ ആ ലക്ഷ്യം നിങ്ങൾ മഞ്ചേശ്വരത്ത് പോയിട്ട് അവിടുത്തെ മധൂർ പഞ്ചായത്തിൽ ചെന്നാലും നിങ്ങൾക്ക് ആ മധൂർ പഞ്ചായത്തിലെ BJPയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാം. പാറശാല പഞ്ചായത്തിൽ ചെന്നാലും നിങ്ങൾക്ക് BJPയുടെ ലക്ഷ്യം അറിയാം. ഇടുക്കി ചെന്നാലും വയനാട്ടിൽ ചെന്നാലും ആ ലക്ഷ്യമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനും ഇന്ന് പ്രവർത്തിക്കുന്നത് അവന് നിശ്ചിതമായ ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നേടുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ മുതൽ പാർട്ടിയുടെ വാർഡിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്റെ വരെ പ്രവർത്തനത്തിന്റെ ടാർഗറ്റ്. അപ്പൊ അങ്ങനെ വളരെ സയന്റിഫിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശൃംഖലയായിട്ട് പാർട്ടിയുടെ പ്രവർത്തകരുടെ പ്രവർത്തനം എത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വയ്ക്കുന്ന ലക്ഷ്യം ഞങ്ങൾക്ക് നേടാൻ സാധിക്കും. ഇന്നുള്ളതിൻ്റെ എത്രയോ മടങ്ങ് പാർട്ടിയിൽ ജനപ്രതിനിധികൾ ജയിക്കും. CPMകാരും കോൺഗ്രസ്സുകാരും കയ്യിൽ വച്ചിരിക്കുന്ന സർവാധികാരവും BJPയുടെ കരങ്ങളിലേക്ക് എത്തുന്നതിൻ്റെ ഒരു വലിയ തുടക്കം ഈ ഡിസംബർ 13 ഉണ്ടാകും. അത് 100% ഉറപ്പാണ്. തീർച്ചയായും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം. എന്തായാലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് നേരത്തെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, 2025 ഡിസംബർ കഴിഞ്ഞ് 2026 ആകുമ്പോൾ അത് കേരളത്തിൽ BJPയുടെ വർഷമായിരിക്കും എന്നാണ് കഴിഞ്ഞ തവണ ഫസ്റ്റ് റിപ്പോർട്ടിനോട് പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. അങ്ങനെ തന്നെ ആയി തീരട്ടെ എന്ന് ഫസ്റ്റ് റിപ്പോർട്ടും ആശംസിക്കുകയാണ്. നമസ്കാരം.